ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് കളിക്കാൻ പോണ മൈൻക്രാഫ്റ്റാണ്. മൈൻക്രാഫ്റ്റ് ഞാൻ ബോണസ് ചെസ്റ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ചെസ്റ്റ്. നമുക്ക് കാണാം. അപ്പം മീനുണ്ട്, 2 മീൻ, 2 ആപ്പിള്, 2 ബ്രെഡ്, 2 പൊട്ടാറ്റോ, പിന്നെ ആക്സും പിക്കാക്സും, പിന്നെ കുറേ തടികളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ടോർച്ചൊക്കെ ഇളക്കാം. സെറ്റ് അങ്ങനൊരു സംഭവം ഉണ്ടല്ലേ. ജസ്റ്റ് ഒന്ന് വേൾഡ് ബാക്ക് ആയിപ്പോയി. നമുക്ക് ഈ ടോർച്ചൊക്കെ പൊളിച്ചെടുക്കണം. ഞാനവിടെ സംഭവം ഉണ്ട്, കാണിച്ചുതരാം. ഇതാണ് നമ്മളെ സോംബി സ്പോണറൊക്കെ. സോംബി സ്കെൽട്ടനും എല്ലാം സ്പോണാം. ഇതിൻ്റെ ഉള്ളിൽ ഡയമണ്ടൊക്കെ കിട്ടും. നമുക്ക് പോയി നോക്കാം. കുറേ ബാമ്പു ഒക്കെ ഉണ്ട്. നമുക്ക് ഇതാണ് സ്ഥലം. അടിപൊളി സ്ഥലമാണ്. നമുക്കിവിടെ പോവാം. നല്ല കുറ്റിക്കാട്. മുകളിൽ കയറാൻ വള്ളിയും കുള്ളിയും ഒന്നുമില്ല. നമ്മൾ എങ്ങനെ പോണ? എൻ്റെ കയ്യിൽ ഐഡിയ. നമുക്ക് കുറേ ലാഡർ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് സ്റ്റിക്കൊക്കെ ആവശ്യമുണ്ട്. നമുക്ക് ലാഡർ ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിളും ആവശ്യമുണ്ട്. നമുക്ക് ഈ വുഡ് എടുക്കാം. സെറ്റ്. ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. നമുക്ക് ലാഡർ ഉണ്ടാക്കാം. ഡയമണ്ട് കിട്ടും തോന്നുന്നു. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടൂല, എനിക്കറിയത്തില്ല. നമുക്ക് പോയി നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വയ്ക്കാം. ഇതൊന്നും പറ്റുന്നില്ല. ഓക്കെ, നമുക്ക് സൈഡിൽ വയ്ക്കാം. അപ്പം അയ്യോ, ഞാൻ വെച്ച് ഞാൻ ചത്തു പോകുന്നു. ഹാഫ് ഹാർട്ട് ഇപ്പോൾ 1 ഹാർട്ടായി. നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കയറാം. ഇനി തടിയെല്ലാം തീർന്നു, എല്ലാം തീർന്നു. എനിക്ക് വയ്യ ഇവിടെ നിൽക്കാൻ. ഞാൻ വേറെ വല്ല സ്ഥലത്ത് പോകണം. ഈ കുറ്റിക്കാട്ടിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നു. കുറേ തടിയും സ്റ്റിക്കും എല്ലാം വേസ്റ്റായി. വള്ളിച്ചെടി അയ്യേ, ഇത് കുറച്ച് വള്ളിച്ചെടിയുള്ള. ഓ, ഇതൊക്കെ ഇതാണ് കഥവ്. ഓക്കെ, നമുക്ക് വേറെ ഇവിടെ ഇതാണ് സോംബിൻ്റെ കൈ. നമുക്ക് ഏതെങ്കിലും നാട് വിടാം. രാത്രിയായാൽ ഞാൻ എന്തിരി. നമ്മളതിൽ 4 ടോർച്ചുണ്ട്. അത് തികയോന്ന് എനിക്കറിയത്തില്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ല. നമുക്ക് തടി എടുക്കാം. ഓക്കെ, സെറ്റ്. നമുക്ക് കുറച്ച് ബാമ്പു എടുത്താലോ? അല്ല, വേണ്ട.
എനിക്ക് ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. എന്തിരുത് ചുറ്റിന് ബാമ്പു. അയ്യോ ഈ മൈൻക്രാഫ്റ്റിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ മൈൻക്രാഫ്റ്റിൽ എല്ലാം ജീവിയുണ്ട്. അങ്ങനത്തെ ഞാൻ പിടിച്ചിട്ടേണ് അങ്ങനത്തെ മൈൻക്രാഫ്റ്റ്. എനിക്കിഷ്ടമാണ് അങ്ങനത്തെ മൈൻക്രാഫ്റ്റ്. കുറേ മൃഗങ്ങളുണ്ട്, കാട്ടുപന്നി എല്ലാം ഉണ്ട് ഈ മൈൻക്രാഫ്റ്റിന്. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് രക്ഷപ്പെടണം ഇവിടെ നിന്ന്. ഗായ്സ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തെന്നറിയാമോ? നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ലൈക്കും സബും ചെയ്യണം. ചെയ്തില്ലെങ്കിലാണ് അടി. ചിലവര് 99% ആൾക്കാർ സബും ചെയ്യാതെ വീഡിയോ ഒക്കെ കാണുന്നു. 1% ആൾക്കാർക്ക് സബ്ബൊക്കെ ചെയ്യുന്നുള്ളൂ. അതും തോന്നുന്നു. നിങ്ങൾ സബ് ചെയ്യുകയും ജസ്റ്റ് ഒന്ന് ഒരു സബ്സ്ക്രൈബിൻ്റെ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, ക്ലിക്ക് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ഒരു സംഭവം കണ്ട് ഈ കല്ല് നമുക്ക് പൊളിച്ചു നോക്കാം. ചിലപ്പോൾ ഡയമണ്ട് എല്ലാം കിട്ടിയാലോ. റെഡ് സ്റ്റോൺ അയണില്ല. അങ്ങ് ഇതുണ്ട് സോംബി സ്പോണറിൻ്റെ. അതിൽ വള്ളി എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും കൊള്ളായിരുന്നു. ഡയമണ്ട്, എമറാൾഡ്, ഗോൾഡ് ഇങ്കട്ട്, അയൺ ഇങ്കട്ട്, ബോണുണ്ട് കുറേ. പിന്നെ ഇറച്ചിയുണ്ട് അതിൽ. സോംബി ഇറച്ചി. അതിനെന്തിനാന്ന് പറയുന്ന മറന്നുപോയ പേര്. എനിക്ക് സ്കെൽട്ടന് തല വെച്ച് നോക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ മുകളിൽ പോകണം. ഇതെന്തോന്നടേ സെറ്റ്. ഇനി നമുക്ക് ആ സ്പോണ്ടറിൻ്റെ അവിടെ നോക്കാം. വള്ളി ചെടി എന്തെങ്കിലും ഉണ്ടോ? അകത്തുപോയാൽ നമ്മൾ എന്തായാലും തട്ടും. പിന്നെ ഏതോ കുറ്റികൾ ബാമ്പൂ സ്ഥലത്ത് പോയി സ്പോണാവും. അപ്പോൾ നമ്മൾ പെട്ട്. നെതറിൻ്റെ ദൈവമേ, ആർമർ, ഗോൾഡൻ ആർമർ, ഒബ്സിഡിയൻ കിട്ടിയ മതിയാവും പ്ലീസ്. ഇതെങ്ങനെയാ പുല്ല് പോയത്? ചെസ്റ്റാടാ. കിട്ടി. പൊള്ളിച്ചാവല്ലേ ചെസ്റ്റിൻ്റെ മൂത്തൊക്കെ. ഇതെന്തോന്ന് ചെസ്റ്റിൻ്റെ പുറത്തൊക്കെ എന്തിര് പുല്ല? എന്തുവാടെ ഫുഡ് തീരെ ഇല്ല. ഭയങ്കര വിശപ്പ്. ഇതെന്തോന്നിത്? ഭയങ്കര തീറ്റീവന്. മീനും കൂടി തിന്നണോ ഇനി? ഫായി അവൻ്റെ വയറ് കൊടുത്ത്. ഇതെന്തുവാടേ? ഒബ്സിഡിയൻ കിട്ടി, ആക്സ് കിട്ടി, കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച ആർമർ എന്തെങ്കിലും കിട്ടുമെന്ന്. ഗോൾഡൻ ആർമർ എൻചാൻമെൻറ്റഡ്. ഇതെന്തോന്ന് ജീവി? എനിക്കറിയത്തില്ല ഈ ജീവി എന്തിനാണെന്ന്. നമുക്ക് അതിൻ്റെ മുകളിൽ പോകുമ്പോൾ തടി വയ്ക്കും. എന്തോ ഞാൻ മറന്നല്ലാതെന്ന് തോന്നുന്നു. ശരിയാണ്, വലിയ സോംബീനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മറന്നുപോയി സ്പോണിൻ്റെ ഏരിയ. നമുക്കവിടെ പോവാം. ചാവരുത് പ്ലീസ്. ഞാൻ മറന്നുപോയി. എന്തുവാടേ? നമുക്കിതിൻ്റെ മുകളിൽ കയറി പോവാം. വള്ളിച്ചെടി ഉണ്ടായിരുന്നു, നന്നായി. നമുക്കിതിൻ്റെ മുകളിൽ പോവാം. ഡയമണ്ട് കുറേ കിട്ടുമെങ്കിൽ കിട്ടി. കുറേ ഡയമണ്ട് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഡയമണ്ട് ഗോൾഡൊക്കെ കിട്ടും ഇതിൻ്റെ മുകളിൽ നിന്ന്. നമുക്കിതിൻ്റെ മുകളിൽ പോയി നോക്കാം. ഡയമണ്ട് 9 ഡയമണ്ട് കിട്ടി ഇപ്പോൾ. ഗോൾഡ്, എമറാൾഡ്. സീൻ. ഒരു വില്ലേജ് കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയാന. വീണ്ടും ഡയമണ്ട്, എമറാൾഡ്. ഒരു വില്ലേജ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്ത് സൂപ്പർ ആയാന. ഈ ഏരിയയിൽ വില്ലേജ് കിട്ടാൻ പാടാണെന്ന് തോന്നുന്നു. ഡയമണ്ട് കിട്ടി കുറേ. 28 ഡയമണ്ട് കിട്ടി. ഗോൾഡ്, വീണ്ടും ഡയമണ്ട്. വീണ്ടും ഡയമണ്ട് കിട്ടി.
സീനാണല്ലേ. ഇത് ലക്കി വേൾഡ്. ഈ വേൾഡ് ഞാൻ മാറ്റാമെന്ന് വിചാരിച്ച കുറേ ബാമ്പു വരി. പിന്നെ നമുക്കിവിടെ നിൽക്കാമെന്ന് ആലോചിച്ച്. എന്തുമാത്രം ഡയമണ്ട് കിട്ടി. വേൾഡ് തുടങ്ങിയ അന്ന് തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഡയമണ്ട് കിട്ടി പോലും. എന്ത് ലക്കാണ്. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 ഞാനിടും. ഈ സ്കെൽട്ടൻ്റെ തലയൊക്കെ മാറ്റാം. നമുക്ക് ആർമറൊക്കെ ഇടാം. ആർമർ ഉണ്ടാക്കി ഉടനെ ഞാൻ ഇടുന്നുമുണ്ട്. കാണിച്ചു തരാം. സീൻ. ഈ ഷീൽഡ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഷീൽഡ് നമുക്ക് ഉണ്ടാക്കാം. അതിന് തടിയില്ല. ആകെ 2 തടിയുള്ളൂ. 3 തടിയുള്ളൂ. കുഴപ്പമില്ല, നമുക്ക് സോഡ് ഉണ്ടാക്കാം. സോഡ് എന്തിന്? നമ്മൾ ഗോൾഡൻ ആക്സ് ഇരിക്കല്ലേ, നമുക്ക് പിക്ക് ആക്സ് ഉണ്ടാക്കി. ഇനി ഞാനെന്തിനാ ഈ രാത്രിയല്ലേ ഇതിനെ അകം നോക്കട്ടെ. സ്കെൽട്ടൻ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നു. നമുക്ക് ഈ സ്പോണർ പൊട്ടിച്ച് കളയാം. എനിക്ക് സ്കെൽട്ടൻസിന് തീരെ ഇഷ്ടമല്ല, പൊട്ടന്മാരാണ്. അകത്തോട്ട് പോണോണ്ട് ഇപ്പം നമ്മൾ ലെജൻഡല്ല. നമുക്ക് താഴോട്ട് ഇറങ്ങിയാലോ എന്നാണ് ആലോചിക്കുന്നത്. ഇതെന്തു അടയും. ഒരു വില്ലേജ് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ ഒന്നും പേടിക്കണ്ട. ഒന്നിനും ബെഡില്ലാത്തതുകൊണ്ടാണ് പ്രശ്നം. ഞാനെന്തിരി താഴോട്ടിറങ്ങാൻ വള്ളിച്ചെടി ഏത് സൈഡിലാണെന്ന് ഞാൻ മറന്നുപോയി. ഇതാണോ? അല്ല, ഇതല്ല. ഇതാണോ? അപ്പുറത്തെ സൈഡിലാണ് വള്ളിച്ചെടി. ഓക്കെ, നമുക്ക് താഴോട്ട് നൈസിനിറങ്ങാം. ചത്തന വേൾഡ് മതിയാക്കി. എനിക്ക് വേണ്ട. ഒന്നത് തീരെ ഒന്നുമില്ല എൻ്റെ കയ്യിൽ. ബെഡ് പോലും ഇല്ല. ഈ രാത്രി ചത്താൻ ഞാനെന്തിനു ചെയ്യും? കയ്യിലുള്ള ഡയമണ്ടും എല്ലാം പോകും പോലും. ഒരു വീടുണ്ടാക്കിയിരുന്നെങ്കിൽ ചെസ്റ്റ് ഇടായിരുന്നു. ചെസ്റ്റ് വീടില്ല. ചെസ്റ്റ് എവിടെയെങ്കിലും വെച്ചാൽ നമ്മൾ മിസ്സായ എന്തിനാവും? ഞാനീ കുഴി കയറി സേഫ്റ്റിക്ക്. എന്നിട്ട് നമുക്ക് മൈൻഡ് ചെയ്തു പോയി രാത്രി മുതൽ. ഷവ്വലൊക്കെ ഇരിക്കുകയില്ലേ, പിന്നെ എന്തിനു പേടിക്കുന്ന? നമുക്ക് ഈ ഷവ്വലിട്ടൊക്കെ മണ്ണ് മാറ്റാം. ഓക്കെ, നമുക്ക് അയൺ പിക്കാക്സ് കൊണ്ട് സ്റ്റോണൊക്കെ മാറ്റാം. ഡയമണ്ടൊക്കെ ഇരിക്കുകയില്ലേ, പിന്നെന്താ കുഴപ്പം? നമ്മളിപ്പോൾ റിച്ചായി. ഇവിടെ വെച്ച് ഡെഡായ ഞാൻ വീണ്ടും ഇതാവും, പാപ്പരാസിയാവും പഴയ പോലെ. മാപ്പ് വരെ പോവും കയ്യിലുള്ള. നമുക്ക് മൈൻഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ കുഴിച്ച്. എന്നാലും ഫസ്റ്റ് ഡേ തന്നെ ഡയമണ്ട് ആർമർ തന്നെ. എന്ത് ലക്കാണെന്നറിയാമോ? ഞാൻ ഈ വേൾഡ് മാറ്റാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. വേൾഡ് ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ അടുത്ത ഈ വേൾഡ് ഭാഗ്യമായിരുന്നു. ഈ വേൾഡ് മാറ്റാതെ പുതിയ വേൾഡ് എടുക്കാതിരുന്ന. ഓക്കെ, നമുക്ക് കുഴിച്ച് പോവാം. അങ്ങനെ ഈ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും ബൈ ബൈ. അതിനു മുമ്പ് ഈ വീഡിയോ പാർട്ട് 1 ആണ്. പാർട്ട് 2 ഉടൻ തന്നെ ഞാൻ ഇടുന്നുണ്ട്. അങ്ങനെ ഈ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും ബൈ ബൈ.